ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു വാർത്തയാണ് കുട്ടികളെ മർദ്ദിക്കുന്നുള്ള വാർത്ത. അതും ചെയ്യുന്ന സ്വന്തം അച്ഛനമ്മയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ അവർക്ക് ഇതുപോലെ പ്രവൃത്തികൾ ആ സ്വന്തം കുരുന്നിനോട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് അച്ഛനും അമ്മയാവാൻ പറ്റാത്ത എത്രയോ ദമ്പതികളാണ്. അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് അമ്പലങ്ങളിൽ പോയി വഴിപാടും നേർച്ചയും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട് നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കൊന്നും ദൈവം കുഞ്ഞുങ്ങളെ കൊടുക്കുന്നില്ല. പകരം കുഞ്ഞുങ്ങളോട് സ്നേഹമില്ലാത്ത, അതായത് അച്ഛനും അമ്മയും ആവാൻ ആഗ്രഹിക്കാത്തവർക്ക് മക്കളെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അഥവാ മക്കളെ വേണ്ടെങ്കിൽ, നിങ്ങൾ പ്രസവിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മക്കളെ വേണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും അനാഥാലയത്തിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ അച്ഛനും അമ്മയും അതായത് മക്കളില്ലാത്തവർക്ക് വളർത്താനെങ്കിലും കൊടുക്കുക. എന്തിനു വെറുതെ ആ ഒരു ജീവനെ നമ്മൾ ഇല്ലാതാക്കി കളയുന്നത്? അപ്പം നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളത് പോലെയാണ് ഈ കുരുന്നുകൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. അപ്പം അതിനെ നമ്മൾ ഒരിക്കലും കൊന്നു കളയരുത്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ സ്വത്തിന് വേണ്ടിയിട്ട് അച്ഛനമ്മയും കൊല്ലുക, അതുപോലെ സഹോദരങ്ങളെ കൊല്ലുക. പക്ഷെ ഈ കുഞ്ഞുങ്ങളെ കൊന്നിട്ട് ഇവർക്ക് എന്താണ് കിട്ടാനുള്ളത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പിന്നെ ഈ അഖില എന്ന, അതായത് ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ പേര് അഖില എന്നാണ് കേട്ടോ, 1.5 വയസ്സാണ്. ഈ അഖില എന്ന അമ്മയോട് പറഞ്ഞാൽ ആ അമ്മ, അതായത് ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അമ്മൂമ്മ പറഞ്ഞില്ല ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണമെന്ന്. അതുപോലെ തന്നെ അവളുടെ അഖിലയുടെ അമ്മ വരെ പറഞ്ഞു ആ കുഞ്ഞിനെ അവർക്ക് കൊടുക്ക്, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ, നിനക്ക് പോറ്റാൻ താല്പര്യമില്ലെങ്കിൽ നീ അവർക്ക് വിട്ടുകൊടുക്ക്. പക്ഷെ അവൾ വിട്ടുകൊടുത്തില്ല. അപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂ അല്ല, ആ അമ്മ പറയുന്നൊരു വാർത്ത ഞാൻ കേട്ടു. കാരണം വെച്ചാൽ ഇവർ സ്വത്തിന് വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞിനെ കൊടുക്കാത്തതെന്ന്. എന്തിന് ഈ സ്വത്തെല്ലാം കിട്ടിയിട്ട് ഇവർക്ക് എന്താക്കാൻ വേണ്ടി? ഇപ്പോൾ ഈ കുഞ്ഞിനെ ഇവർ കൊന്നു കഴിഞ്ഞിട്ട് ഇവർക്ക് ഈ സ്വത്ത് കിട്ടുമോ? ഇല്ലല്ലോ. ഇവരുടെ ജീവിതം ഇവിടെ തീർന്നു. ഈ അച്ഛൻ്റെ, അതായത് ഈ അമ്മയുടെ ജീവിതം ഇവിടെ തീർന്നു. അപ്പം നമ്മൾ ആ കുഞ്ഞോട് ചെയ്യുമ്പോൾ ചിന്തിക്കുക നമ്മൾ, ഞാനും ഇതുപോലെയായിരുന്നു. കാരണം വെച്ചാൽ ഞാനും ഇതുപോലെ ഒരു മകളായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുള്ളതുപോലെ തന്നെ എൻ്റെ മകനും ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിലുണ്ടെന്ന് അവൾ ചിന്തിക്കണമായിരുന്നു. അവളൊരു അമ്മയാണെങ്കിൽ അത് നമുക്ക് ഇവളെ അമ്മയാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവളെന്നല്ല, ഇവളന്മാർ. കാരണം ഇവൾ ഒറ്റ ഒരാളല്ല, കുറേ അമ്മമാരുണ്ട് ഇതുപോലെ ചെയ്ത്. നമ്മൾ ഇതിനു മുമ്പ് കേട്ടു 19 വയസ്സുകാരി കുട്ടിയെ പ്രസവിച്ച ഉടനെ ജനലിലൂടെ വലിച്ചെറിഞ്ഞു. അതുപോലെ തന്നെ കാമുകനൊന്നിച്ച് പോകാൻ വേണ്ടിയിട്ട് കുട്ടിയെ ടെറസിൻ്റെ മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞു എന്നൊക്കെ വാർത്ത. ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നാണ് എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തത്. കാരണം വെച്ചാൽ ഞാനും ഇതുപോലെ 3 കുട്ടികളുടെ അമ്മയാണ്. എൻ്റെ ചെറിയ കുഞ്ഞിക്ക് 2.5 വയസ്സായി. അപ്പോൾ ഒരമ്മയുടെ അതായത് ആ കുട്ടിയുടെ വേദന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഒരു കുട്ടിക്ക് വേദന പറ്റിയിട്ട് ആ കുട്ടി മാത്രമല്ല ആ വേദന അറിയുന്നത്, അതിൻ്റെ അമ്മയും കൂടി ഈ വേദന അറിയുന്നുണ്ട്. അതായത് കുട്ടികളുടെ സ്നേഹം, അമ്മ എന്നൊരു വാക്കിന് വിലയുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വേദന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് അവസാനമായിട്ട് പറയാനുള്ള ഇതാണ്, അതായത് ഇത് കൊണ്ട് ഇവിടെ തീരില്ല. ഇനിയും ഇതുപോലെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടാവും നമ്മുടെ ഇവിടെ ചുറ്റുപാട് തന്നെ ജീവിക്കുന്നത്. അപ്പോൾ അവരോടായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് മക്കളെ പോറ്റാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കൊന്നു കളയരുത്. നിങ്ങൾ ഏതെങ്കിലും അനാഥാലയങ്ങളിൽ ഏൽപ്പിക്കുക. അവിടെ ആ കുഞ്ഞിനെ നോക്കാൻ ഇഷ്ടം പോലെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ കുട്ടിയെ ജീവിക്കാൻ അനുവദിക്കണം എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലുള്ള പ്രവൃത്തികളൊന്നും ഒരാൾക്കാരും ചെയ്യരുത്. കാരണം വെച്ചാൽ നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ഒരു സങ്കടമാണ്. കാരണം ആ കുഞ്ഞു മനസ്സിൻ്റെ ആ അവസാനത്തെ ആ പിടച്ചിലൊക്കെ നമുക്കറിയാം. നമ്മൾ നേരിട്ട് കണ്ടില്ലെങ്കിലും നമ്മൾ വാർത്തകളിലൂടെ കേൾക്കുമ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കുഞ്ഞ് എത്ര വേദനിച്ചിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ എനിക്ക് ഇതാണ് അവസാനമായിട്ട് പറയാനുള്ളത്. ദയവ് ചെയ്ത് നിങ്ങളെ മക്കളെ ജീവിക്കാൻ അനുവദിക്കണം, അവരെ കൊന്നു കളയരുത്.